പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകിച്ച് പിണറായി ഇസം ഭരിക്കുന്ന ഒരു കേരളത്തിൽ കാണിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയമാണ്. എന്നുവെച്ചാൽ ഇതൊരു ഫേക്കായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ ഒരു വാർത്തയാണ് ഈ കൊടുക്കുന്നതെങ്കിൽ, തീരെ സംഭവിക്കാത്തൊരു വാർത്തയാണ് കൊടുക്കുന്നതെങ്കിൽ ആ വാർത്തയുടെ പേരിൽ അങ്ങനെ അത് എന്റർടൈൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതേസമയത്ത് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയെക്കുറിച്ച് വന്നിട്ടുള്ള വ്യത്യസ്ത തലത്തിലുള്ള, പ്രത്യേകിച്ച് ഇവരുടെ കാലത്ത് ഇതിനൊക്കെ പലതരത്തിൽ ഇതിനെ കൊടുക്കാറും കാണിക്കാറുണ്ട്. അങ്ങനെ വരുന്നൊരു കാര്യത്തെ ഇതിന് കാണിക്കുന്നതിന്റെ പിറകിലുള്ള ബേജാറ് അല്ലെങ്കിൽ ഭയം, അതല്ലെങ്കിൽ അതിന്റെ ഒരു ധൃതി ഈ സ്വർണ്ണക്കേസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്, മുഖ്യമന്ത്രിയുടെ പിണിയാളുകൾക്ക് എത്രത്തോളം ഈ സ്വർണ്ണക്കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഭയം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വർണ്ണം ഇയാളുടെ ഒരു വീക്ക്നെസ് ആണ്. നേരത്തെ ഇത് നയതന്ത്ര ചാനൽ വഴി കുറെ സ്വർണം കടത്തി, പിന്നീട് അതുമായി കോഴിക്കോട് എയർപോർട്ടിൽ ഉണ്ടായിരുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയുടെ അറ്റം നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലായിടത്തും കസ്റ്റംസ് ചെക്ക് ചെയ്യുന്ന സ്വർണം ഇവിടെ മാത്രം മുഖ്യമന്ത്രിയുടെ പോലീസ് ചെക്ക് ചെയ്യുന്നു. പിടിക്കുന്നത് 10 കിലോ ആണെങ്കിൽ രേഖപ്പെടുത്തുന്നത് 1/2 കിലോ ആയിരുന്നു. എന്നിട്ട് അവസാനം സ്വർണ്ണവേട്ടയുടെ പേരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പോലും അത് വേണ്ടെന്ന് പറഞ്ഞിട്ടും അത് നടത്തി. അപ്പൊ സ്വർണ്ണം ഇയാളുടെ ഒരു വീക്ക്നെസ് ആണ്. അത് അമ്പലത്തിൽ കണ്ടാലും എടുക്കാൻ നോക്കും, അതല്ല നയതന്ത്ര ചാനലിൽ കണ്ടാലും എടുക്കാൻ നോക്കും എന്ന് പറയുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഭയമാണ് ഒരു പക്ഷേ ഈ അറസ്റ്റിന്റെ ഒക്കെ പിറകിൽ ഉണ്ടാവുന്നത്. ഞങ്ങളതിനെ അതിന്റേതായ ഗൗരവത്തിൽ തന്നെ UDF അതിനെ നേരിടുകയും ചെയ്യും. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ ഫോട്ടോ പങ്കുവച്ചിരുന്നതെന്നാണ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ആ സമയത്ത് ആ തരത്തിലത് ചർച്ചയായില്ല എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഈ ഇൻസിഡന്റ് എന്താണ്, അത് നടന്നിട്ടില്ലെങ്കിൽ ഒരു ഫേക്ക് സാധനമാണെങ്കിൽ അതൊരു കേസാണ്. നടന്നിട്ടുണ്ടെങ്കിൽ പലതരത്തിൽ അതിന്റെ കാർട്ടൂണുകൾ വരുമ്പോൾ നിങ്ങളെങ്ങനെ കാർട്ടൂൺ കൊടുക്കാന്ന് ചോദിക്കാൻ പറ്റുമോ? അതുപോലെ AI വരുമ്പോൾ അതിനെ പലതരത്തിൽ ആ സീനുകളെ റീക്രിയേറ്റ് ചെയ്യും. അത് എത്ര വലിയ കേസാവുന്നത് എങ്ങനെയാണ്? പോലീസും ഉന്നയിക്കുന്ന ഒരു സംശയം, യഥാർത്ഥ ചിത്രം പങ്കുവെച്ചു എന്ന് പറയുന്നു, പക്ഷെ ആ ഫോട്ടോയിൽ തന്നെ ചില കൃത്രിമത്വങ്ങൾ നടത്തിയിട്ടുണ്ട്, അതടക്കമാണ് പ്രചരിപ്പിച്ചത്, അങ്ങനെയാണ് കലാപോഹ്വാനം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എല്ലാ പത്രങ്ങൾക്കെതിരെയും കേസ് വേണ്ടിയിരുന്നു. ഒറിജിനൽ ഫോട്ടോസ് എല്ലാ പത്രങ്ങളും ചാനലുകളും ഇടുന്നുണ്ട്. എന്റെ ചോദ്യം അതല്ല, ഒറിജിനലായി ഈ സംഭവം നടന്നിട്ടുണ്ടോ? ആ നടത്തുന്നതിൽ മുഖ്യമന്ത്രി ആ സീനിൽ ഉണ്ടായിരുന്നോ? പോറ്റി ആ സീനിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പലതരം വെർഷനുകൾ വരും, കാർട്ടൂണുകൾ വരും, അതിന്റെ AI ചിത്രങ്ങൾ വരും, അതിന്റെ വീഡിയോസ് വരും. അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. ഈ സിസ്റ്റം ഒക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അതൊക്കെ വരും. അതേ സമയത്ത് അങ്ങനെ ഇൻസിഡന്റ് നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിട്ട് പോറ്റിയുടെ അടുത്ത് ഫിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ഉറപ്പാണ് ഒരു കേസിന് സ്കോപ്പ് ഉണ്ട്. അല്ല തരത്തോളം ഈ കേസിന് സ്കോപ്പ് ഉള്ളത്. കസ്റ്റഡിയിൽ ഇനി UDF എന്താണ് ഉദ്ദേശിക്കുന്നത്? സമരപരിപാടികളോ? അല്ല, UDF അതിനകത്ത് പോകുന്നുണ്ടല്ലോ. അതപ്പം ഞാൻ പറയാൻ ഞാനാളൊന്നുമല്ല. അത് UDF-ന്റേതായ പോകും. അത് ഞങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ആലോചിച്ചു.